വീട്ടിൽ നിന്ന് അമ്മ പറയാണ് കടയിൽ പോയി പച്ചക്കറി വാങ്ങാൻ പറയും. ഓക്കെ, ഞാൻ പോവാന്ന് പറയും. അങ്ങനെ എന്നോട് പറയാണ് തക്കാളി വാങ്ങിക്കൊണ്ടുവരാന്ന് പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കടക്കാരൻ്റെ അടുത്ത് പോയി ചേട്ടാ തക്കാളി എന്ന് പറയും. ചേട്ടൻ ചോദിക്കും എത്ര തക്കാളി വേണമെന്ന് ചോദിക്കും. അല്ലേ ചേട്ടാ ചേച്ചി തക്കാളി എത്ര തക്കാളി വേണമെന്ന് ചോദിക്കും. നമ്മൾ പറയും 5 തക്കാളി വേണമെന്ന് പറയും, 10 തക്കാളി വേണമെന്ന് പറയും. അല്ല, നമ്മളൊരു കണക്ക് പറയും അല്ലേ, ഇത്ര കിലോ വേണം, ഇത്ര ഗ്രാം പച്ചമുളക് മതി, ഇത്ര ഗ്രാം വെളുത്തുള്ളി മതി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ക് പറയാം അല്ലേ. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനൊക്കെ നമ്മൾ ഈ പറയുന്നതിന്റെ കൂടെ ആ ക്വാണ്ടിറ്റി ഏതാണോ, അല്ലെ ഇപ്പം എനിക്ക് ഭാരം, അപ്പം എത്ര തക്കാളി എന്ന് പറയുമ്പോൾ അവിടുത്തെ മാസാണ് ഞാൻ അളക്കുന്നത്. ആ മാസ് പറയുന്നതിന്റെ കൂടെ അതിന്റെ കൂടെ നമ്മൾ ഒരാളെ കൂടെ ഉപയോഗിക്കും അല്ലേ. ഇത്ര കിലോഗ്രാം, ഇത്ര ഗ്രാം, ഇത്ര നീളം. ലോങ് ജമ്പിൽ പോയപ്പം ആൾ ഇത്ര മീറ്റർ ചാടി എന്നാണ് പറയുന്നത്. 2.5 മീറ്റർ ചാടി ആളാണ് ഫസ്റ്റ് അടിച്ചത് എന്നാ പറയുന്നത്. അപ്പൊ 2.5 മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? അവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഉപയോഗിക്കും. അതിനെ യൂണിറ്റ് എന്നാണ് പറയുക അല്ലെ. ഇവിടെ നോക്കിക്കേ, പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 37.8 പനിയാന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ പറയാ. 37.8 പനി എന്നാണ് പറയാ. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു, പുറത്തെ ടെമ്പറേച്ചർ 21 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമ്മൾ പറയാ. അപ്പൊ 21 എന്നല്ല നമ്മൾ പറയുന്നത്, 21 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അപ്പൊ എന്താണ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്? ഇപ്പൊ ഇവിടെ നോക്കിയാൽ 37.8 ഡിഗ്രി സെൽഷ്യസ് ആണ് കുട്ടിയുടെ ടെമ്പറേച്ചർ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയും നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന, എല്ലാവർക്കും മനസ്സിലാവണം അല്ലേ. പിന്നെ എനിക്ക് കിലോഗ്രാം എന്താണെന്ന് മനസ്സിലാകണം, അതേപോലെ ഞാൻ പറയുന്ന കടക്കാരനും കിലോഗ്രാം എന്താണെന്ന് മനസ്സിലാവണം, ഡോക്ടറിന് ഡിഗ്രി സെൽഷ്യസ് എന്ന് മനസ്സിലാവണം, അതേപോലെ നമുക്കും ഡിഗ്രി സെൽഷ്യസ്, നമ്മളെല്ലാം ഒരേ ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരിക്കണം അത്. അപ്പം ഒരു വസ്തുവിന്റെ ക്വാണ്ടിറ്റീനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. എത്രത്തോളം ആണ് നമ്മളത് വാങ്ങുന്നത് അത് നമ്മൾ ക്വാണ്ടിറ്റി എന്ന് പറയും. അത് ഏത് അഡ്രസ്സിലാണ് നമ്മൾ വാങ്ങുന്നത് അതാണ് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നീളമാണെങ്കിൽ നമ്മൾ മീറ്റർ, സെന്റിമീറ്റർ എന്നൊക്കെ പറയും. ഭാരമാണ്, മാസാണെങ്കിൽ നമ്മൾ കിലോഗ്രാം, ഗ്രാം എന്നൊക്കെ പറയും. ടെമ്പറേച്ചർ ആണെങ്കിൽ ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു കുട്ടിയുടെ ഹൈറ്റ് നോക്കുകയാണ്. ഹൈറ്റ് കൂട്ടിയപ്പോ 100, നല്ല ഉയരമുള്ള ഒരു കുട്ടിയുടെ നോക്കുക 164 സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ പറയും. 164 സെന്റിമീറ്റർ എന്ന് പറയാം. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ ഈ ക്വാണ്ടിറ്റീന്റെ കൂടെ തന്നെ ഇവിടെ കണ്ടോ 37.8 എന്ന് ഞാൻ ഇവിടെ എഴുതിയപ്പം 37.8 എന്ന് ഞാൻ എഴുതിയപ്പോൾ അതിന്റെ കൂടെ ഡിഗ്രി സെൽഷ്യസ് എഴുതി. ഇത് അതിന്റെ യൂണിറ്റ് ആണ്. ഇത് അവിടുത്തെ ക്വാണ്ടിറ്റി, എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് ക്വാണ്ടിറ്റി ആവുന്നത്. ഇനി ഹൈറ്റ് നമ്മൾ കണ്ടു 165 സെന്റിമീറ്റർ എന്നാണ്. ഇവിടെ സെന്റിമീറ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്, ഈ 165 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യാൻ പറ്റുന്ന ഏത് ക്വാണ്ടിറ്റീസിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ശരിക്കും യൂണിറ്റ് എന്ന് പറയുന്നത്. സോ എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് റെഫറൻസ് അക്സെപ്റ്റഡ് യൂണിവേഴ്സലി ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അല്ലെ, എല്ലാവർക്കും മനസ്സിലാവാൻ വേണം ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഇപ്പൊ അമേരിക്കയിലൊക്കെ നമ്മൾ കിലോമീറ്റർ ആണ്, ഇത്ര കിലോമീറ്റർ പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അമേരിക്കക്കാർ കൂടുതലായിട്ട് മൈൽസ് ആണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ലോകത്ത് എല്ലായിടത്തും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് കിലോമീറ്റർ ആണ്. അതെല്ലാവർക്കും മനസ്സിലാണ്. എന്നാലേ നമുക്ക് ആ യൂണിറ്റിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കേ, നമ്മൾ 1 ഫീറ്റ് നീളം എന്നൊക്കെ പറയാറുണ്ട്. നീളത്തിന് നമ്മൾ മീറ്റർ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്, നമ്മുടെ സ്കെയിലൊക്കെ ആണെങ്കിൽ സെന്റിമീറ്റർ ആണ്. പക്ഷെ എന്നാലും ചിലരൊക്കെ 1 ഫീറ്റ് നീളം എന്നൊക്കെ പറയും, 1 ക്യൂബിറ്റ് നീളം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു ഹാൻഡ് സ്പാൻ എന്നൊക്കെ പറയും. ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നീളം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അളവുകളാണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവർക്ക് അവരുടേതായ നീളത്തിന്റെ അളവ് കാണും. ഞാൻ ഇന്ത്യയിൽ നിൽക്കുമ്പം എന്നോട് പറയും ഇത്ര മൈല് നടന്നാൽ മതി, അല്ലെങ്കിൽ ഇത്ര നടന്നാൽ മതി എന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പം അവർ പറയണം 5 ഫീറ്റ് നടക്കണം, 10 ഫീറ്റ് നടക്കണം. നമുക്ക് മനസ്സിലാവും, നമ്മുടെ നാട്ടിൽ ഫീറ്റ് ഉപയോഗിക്കാത്തതാണ്. അപ്പൊ എത്ര ഫീറ്റ് നടക്കണം നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതുകൊണ്ടാണ് യൂണിറ്റ്സ് എപ്പോഴും, ഇവിടെ നോക്കിയേ, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് യൂസിങ് ഡിഫറെന്റ് യൂണിറ്റ്സ് ഇൻ ഡിഫറെന്റ് കൺട്രീസ്. പല രാജ്യങ്ങളിലും പല യൂണിറ്റുകൾ ഉപയോഗിച്ചുള്ള പ്രശ്നം ഒന്ന് ലോ ആക്യുറസി ആണ്. നമ്മൾ പ്രതീക്ഷിച്ച അതേ വാല്യൂ തന്നെ എല്ലായിടത്തും കിട്ടണം എന്നില്ല. ഞാനിവിടെ 5 ഫീറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ആക്യുറസി വളരെ ലോ ആയിരിക്കും. മറ്റൊന്ന് ഡിഫിക്കൽട്ടി ഫോർ ദ പീപ്പിൾ ഇൻ അതർ റീജിയൻസ് ടു അനലൈസ് മെഷർമെന്റ്സ്. അല്ലെ, ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് ഇത്ര ഫീറ്റ് ആണെന്ന് ഇത്ര മീറ്റർ ആണെന്ന് മനസ്സിലാക്കി പഠിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ അവർ പറയാണ് ഇവിടെ മീറ്റർ അല്ല ഫീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാനിത് എങ്ങനെ മനസ്സിലാക്കും? എനിക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഫിസിക്സിൽ നമ്മൾ ഇന്റർനാഷണലി എല്ലാ രാജ്യങ്ങളിലും ഒരുമിച്ച് ഫോളോ ചെയ്യുന്ന കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്.
ആ യൂണിറ്റ്സിന്റെ ഒരു കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയും. എന്താ വിളിക്കുക? സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, നമ്മൾ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ് സിസ്റ്റത്തിനെ നമ്മൾ പറയും ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയും. അതിനെയാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താ വിളിക്കുക? SI യൂണിറ്റ് എന്ന് പറയും. അപ്പൊ SI യൂണിറ്റ് ആണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഫിസിക്സിലൊക്കെ അല്ലെങ്കിൽ എല്ലാ കാൽക്കുലേഷൻസിലും നമ്മൾ എഴുതേണ്ടത് SI യൂണിറ്റ് ആണ്. കുറച്ച് SI യൂണിറ്റിനെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് നീളത്തിന്റെ SI യൂണിറ്റ് ആണ്. ലെങ്തിന് പല SI യൂണിറ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. മീറ്റർ, കിലോമീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, അങ്ങനെ പലതുണ്ടാവും. അപ്പൊ നമ്മൾ ലെങ്തിന് എഴുതുന്നത് മീറ്റർ എന്നാണ്. നമ്മൾ പഠിക്കും, ഓരോന്നായിട്ട് പഠിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്. ഭാരത്തിനെ നമ്മൾ മാസം എന്ന് വിളിച്ചാൽ മാസിന് നമ്മൾ കൊടുക്കുന്ന SI യൂണിറ്റ് കിലോഗ്രാം ആണ്. അതേപോലെ ടൈം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന SI യൂണിറ്റ്, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഏത് രാജ്യത്ത് പോയാലും എല്ലാവർക്കും മനസ്സിലാവുന്ന യൂണിറ്റ് ഒന്ന് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്സ് ഒക്കെയാണ്. ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് അല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കുന്നത്. ടെമ്പറേച്ചർ നമ്മൾ കെൽവിൻ എന്ന് പറഞ്ഞ ഇതാണ് കൊടുക്കുന്നത്. ഇതൊക്കെ SI യൂണിറ്റ്സ് ആണ്. ഇനി ഇലക്ട്രിക് കറണ്ട്, നമ്മുടെ ബൾബൊക്കെ കത്തിക്കാൻ നമ്മൾ സ്വിച്ച് ഇട്ടാൽ കറണ്ട് വരും എന്നൊക്കെ പറയത്തില്ലേ, ആ കറണ്ട് ഇല്ലേ, ആ കറണ്ടിന് നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ് ആംബിയർ ആണ്. മീറ്ററിനെ നമ്മൾ M എന്നാണ് വിളിക്കുക. കിലോഗ്രാമിനെ നമ്മൾ kg എന്നാണ് എഴുതേണ്ടത്. സെക്കൻഡ്സിനെ നമ്മൾ S എന്ന് എഴുതും. കെൽവിനെ നമ്മൾ K എന്ന് എഴുതും. ആംബിയറിനെ നമ്മൾ ക്യാപിറ്റൽ A എന്ന് എഴുതും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് SI യൂണിറ്റ്സ് നമ്മുടെ ചുറ്റും നമുക്കുണ്ട്, ഇനിയും ഉണ്ട് ഒക്കെ പറയാം. ഇതാണ് SI യൂണിറ്റ്സിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത്. എല്ലാവരും ഉപയോഗിക്കുന്ന ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണ് SI യൂണിറ്റ്സ്.